നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പേട്ട റോഡിലെ വർഷങ്ങളുടെ പഴക്കമുള്ള കലിങ്കിൽ വിള്ളൽ അപകട ഭീഷണിയാകുന്നു. വിള്ളലിലൂടെ പേട്ട റോഡിലേക്ക് വെള്ളമൊലിച്ചിറങ്ങുന്നു. യാത്രക്കാർ ദുരിതത്തിൽ. പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രീ മെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടി മാർച്ചും ധർണയും സംഘടിപ്പിച്ച് PKS. നഗരസഭാ കാര്യാലയത്തിന് മുന്നിലേക്കാണ് ധർണ നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. കുന്നയ്ക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. അക്ഷരമരത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. തിയേറ്റർ ആർട്ടിസ്റ്റ് സതീഷ് P. ബാബു ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനാഘോഷം സംഘടിപ്പിച്ച് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി മീറ്റിംഗ് സംഘടിപ്പിച്ചു. 40ഓളം അംഗങ്ങൾ പങ്കാളികളായി. വായനാ ദിനത്തിൽ മുളവൂർ വിജ്ഞാനഭൂഷണി ഗ്രന്ഥശാലയിലെത്തി മുളവൂർ MSM സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ പുസ്തകങ്ങൾ കുട്ടികൾക്കായി പരിചയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പേട്ട റോഡിലെ വർഷങ്ങളുടെ പഴക്കമുള്ള കലിങ്കിൽ വിള്ളൽ രൂപപ്പെട്ടത് അപകട ഭീഷണിയാകുന്നു. തൊടുപുഴ റോഡിൽ നിന്നുള്ള വെള്ളം വിള്ളലിലൂടെ പേട്ട റോഡിലേക്കാണ് ഒലിച്ചിറങ്ങുന്നത്. യാത്രക്കാർ ദുരിതത്തിൽ. മൂവാറ്റുപുഴ നഗരസഭ 16-ാം വാർഡിലെ പേട്ട റോഡിലെ വർഷങ്ങളുടെ പഴക്കമുള്ള കലിങ്കിൽ വിള്ളൽ രൂപപ്പെട്ടത് അപകട ഭീഷണിയാകുന്നു. കച്ചേരിത്താഴം പേട്ട റോഡിൽ പേട്ടയുടെ തുടക്കഭാഗത്തുള്ള 100ഓളം വർഷത്തിന്റെ പഴക്കമുള്ള കലുങ്കിലാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ തൊടുപുഴ റോഡിൽ നിന്നുള്ള വെള്ളം കലുങ്കിൽ രൂപപ്പെട്ടിരിക്കുന്ന വിള്ളലിലൂടെ പേട്ട റോഡിലേക്കാണ് ഒലിച്ചിറങ്ങുന്നത്. വെള്ളം ഒലിച്ചിറങ്ങുന്നതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ്. ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള കലിങ്കിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ഭീതിയിലാണ്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ നിരവധി വാഹനങ്ങളാണ് പേട്ട റോഡിലൂടെ സഞ്ചരിക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള കലുങ്കിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും വിഷയം ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴ PWD റോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു കലുങ്കാണ് തൊടുപുഴ പാലത്തിലൂടെ കടന്നുപോകുന്ന ഈ കലുങ്ക്. തൊടുപുഴ പാലത്തിന് ലതാപാലത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ വർഷങ്ങളായിട്ട് ഉള്ള ഒരു കലുങ്കാണ്. പുരാതന കാലം മുതലേ ഒരു 100 വർഷത്തിന് മുകളിലുള്ള ഒരു പ്രായമുള്ള ഒരു കലുങ്കാണ് ഈ കലുങ്ക്. വളരെയധികം വാഹനങ്ങൾ, ചെറുവാഹനങ്ങൾ ഈ പേട്ട റോഡിലൂടെയും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തായിട്ടാണ് ഈ നല്ല മഴക്കാലമായാൽ ഈ കലുങ്കിൻ്റെ ഈ തൊടുപുഴ റോഡ് ചോർന്ന് ഈ പേട്ട റോഡിലേക്ക് ഈ പറയുന്ന വെള്ളം വീഴുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ, ഈ തൊടുപുഴ റോഡിൻ്റെ കലുങ്കിൻ്റെ മുകളിലുള്ള റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അപകട സ്ഥിതിയാണുള്ളത്. ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്, റോഡ്സിൻ്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇന്ന് ഞാനൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് ഒഴിവാക്കുന്നതിനായി കാവമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും പേട്ട മുസ്ലിം പള്ളിയുടെ സമീപം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഉയരം കൂട്ടി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജാഫർ സാദിഖ് പറഞ്ഞു. ഈ റോഡിൽ ഇപ്പം ഭയങ്കരമായിട്ടുള്ള തിക്കും തിരക്കുമാണ്. വാഹനങ്ങളുടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഞാനൊരു പ്രപ്പോസല് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വർഷം മുമ്പ്. അതായത് കാവമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് അടുത്ത് നിന്നും തുടങ്ങി പേട്ടയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ മുസ്ലിം പള്ളിക്കടുത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഈ റോഡിൻ്റെ ഉയരം കൂട്ടിക്കൊണ്ട് ഈ റോഡ് ഒന്ന് ഉയർത്തി ഭംഗിയാക്കണമെന്നുള്ള ഒരു ലെറ്റർ ഇത് കൊടുത്തിട്ടുണ്ട്. അത് മുനിസിപ്പൽ കൗൺസിലിലും പ്രമേയമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കലുങ്ക് ബലക്ഷയം മാറ്റിക്കൊണ്ട് ഈ പറയുന്ന അപകടസ്ഥിതി മാറ്റിക്കൊണ്ട് ഉള്ള പ്രവർത്തനം, ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD എടുക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് ഇവിടുത്തെ ജനപ്രതിനിധി ഉൾപ്പെടെ ഉള്ളവരോട് ആവശ്യപ്പെടുകയാണ്. ഭാരവാഹനങ്ങളടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലൂടെ കടന്നുപോകുന്നത്. നിരവധി കുടുംബങ്ങളും യാത്രക്കാരും ആശ്രയിക്കുന്ന റോഡിലെ കലുങ്കിലെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പ്രീ മെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് PKS മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലേക്കാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച്
PKS മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴയിലും പോസ്റ്റ് മെട്രിക്കൽ ഹോസ്റ്റൽ സ്ഥാപിച്ചു. ഈ പോസ്റ്റ് മെട്രിക്കൽ ഹോസ്റ്റൽ സ്ഥാപിക്കുമ്പോൾ തന്നെ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ധാരണയാണ്. ദൂരെ നിന്നുള്ള കുട്ടികൾക്കുൾപ്പെടെ പഠന സൗകര്യങ്ങൾ സ്വന്തം വീട്ടിലുൾപ്പെടെ സാധ്യമല്ലാത്ത സാഹചര്യം, ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ പണം കൊടുത്തുകൊണ്ട് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾക്കുൾപ്പെടെ സൗജന്യമായി വന്ന് താമസിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് മെട്രിക്കൽ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖലയിൽ, ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിരവധിയായിട്ടുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ അടിസ്ഥാന സൗകര്യമുണ്ടായി. ഞങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ ഇത് SC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല, മറ്റ് OBC ആനുകൂല്യങ്ങളുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഈ ഹോസ്റ്റലിൽ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആ താമസ സൗകര്യം മാത്രമല്ല, ആ കുട്ടികൾക്ക് ഒരു മാസത്തിൽ വണ്ടിക്കൂലിക്കായിട്ടുള്ള തുക ഉൾപ്പെടെ ഗവൺമെന്റ് കൊടുക്കുകയാണ്. കോളേജുകളിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വണ്ടിക്കൂലിക്കായിട്ടുള്ള തുക ഉൾപ്പെടെ സ്റ്റൈപ്പൻഡ് അല്ലാതെ കൊടുക്കുന്ന സാഹചര്യം നമ്മുടെ ഹോസ്റ്റലുകളിലുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടുകയാണ് നരേന്ദ്രമോദി എന്ന് നമ്മൾ പറയുന്നത് പോലെ BSNL ഉൾപ്പെടെയുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയാണ്. അതുപോലെയാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം മൂവാറ്റുപുഴയിലുണ്ടോ ആ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ എങ്ങനെ അടച്ചുപൂട്ടാം എന്ന് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരായി ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികൾ മാറുകയാണ്. ഏരിയ പ്രസിഡന്റ് MK സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PKS സംസ്ഥാന ട്രഷറർ VR ശാലിനി, ജില്ലാ പ്രസിഡന്റ് KC അയ്യപ്പൻ, ഏരിയ സെക്രട്ടറി T ശിവദാസ്, ഏരിയ കമ്മിറ്റി അംഗം AT സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കുന്നയ്ക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച അക്ഷരമരത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തപ്പെട്ടു. കുന്നയ്ക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടത്തി. തിയേറ്റർ ആർട്ടിസ്റ്റും ചിൽഡ്രൻസ് തിയേറ്റർ ഫെസിലിറ്റേറ്ററുമായ സതീഷ് P ബാബു ഉദ്ഘാടനം ചെയ്തു. ഇതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കോ കേട്ടോ, വേറെ ഇങ്ങോട്ട് നോക്കരുത്. സൂക്ഷിച്ചു നോക്കിയോ. ആ വിരലിലേക്ക് തന്നെ നോക്കിയിട്ട് ആ വിരലിങ്ങനെ മെല്ലെ തലയുടെ മേളിൽ ഇങ്ങനെ കറക്കിയിട്ട് നിങ്ങളുടെ താടി തൊട്ടേ. ഇനി ആരും അവിടെ നിന്ന് കൈയെടുക്കരുത് കേട്ടോ. ഞാൻ പറയാതെ അവിടെ നിന്ന് ആരും കൈയെടുക്കരുത്. ആരൊക്കെ കവിളത്ത് തൊട്ടവര് കൈവെക്കിക്കോ, ആത്മാർത്ഥത്തെ കൈവെക്കിക്കോ കേട്ടോ. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച അക്ഷരമരം ചടങ്ങിൽ സമർപ്പിച്ചു. പുസ്തക പരിചയം, വായനാക്കുറിപ്പ്, വായനാഗാനം, പ്രസംഗം, ക്വിസ് മത്സരം തുടങ്ങി വിവിധ പരിപാടികൾ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ഈ പുസ്തകം എഴുതിയത് സുഭാഷ് ചന്ദ്രനാണ്. സ്നേഹത്തിൻ്റെ സുരഭികൾ എന്ന ഈ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പാണ് ഞാൻ വായിച്ചത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് നോട്ടവും കാഴ്ചയും. അതിലൊരു നല്ല ഗുണപാഠമുണ്ട്. ഈ പുസ്തകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ വായിക്കാം. വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അധ്യാപകരായ രമ്യ KR, സനിത KS, ശ്രീകല VR, നീതു മോഹൻ, ബുൻഷാമോൾ KN, നസീഹ T സൈഫുദ്ദീൻ, ആൻ വിക്ടോറിയ, ആരതി സുഭാഷ് എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പേട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടത്തി. കവി കുര്യപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ജയകുമാർ ചിങ്ങമനാട് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ കമാൻഡർ CK ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PTA പ്രസിഡന്റ് S മോഹൻദാസ്,
പ്രധാനാധ്യാപിക ജിമോൾ കെ ജോർജ്, വിദ്യാരംഗം കൺവീനർ നസ്മിമോൾ MA, വിദ്യാർത്ഥി പ്രതിനിധി ഹനിയ ഫാത്തിമ CE എന്നിവർ പ്രസംഗിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തപ്പെട്ടു. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി മീറ്റിംഗ് സംഘടിപ്പിച്ച് IMA മൂവാറ്റുപുഴ 40ഓളം അംഗങ്ങൾ പങ്കാളികളായി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ 10ാമത് അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി മീറ്റിംഗ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ IMA ഹാളിൽ കറന്റ് അപ്ഡേറ്റ് ഓൺ കാർഡിയോളജി ആൻഡ് ഹൈപ്പർ ടെൻഷൻ വിഷയത്തിലാണ് മീറ്റിംഗ് സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ MCS ആശുപത്രി സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷിജി തോമസ് വർഗീസ് സെഷൻ നയിച്ചു. Somebody who is skilled to do some procedures, he's a glorified physician. Am I right? That's all. I'm a physician. Without my basic knowledge in medicine, I am nothing. Because if I give a patient a medicine, knowing that the patient has asthma, a simple example, beta blocker is needed for cardiac failure. Patient has asthma, I give metoprolol. Next day onwards, he comes with severe wheeze. So, common sense, logic. ഡയഗ്നോസ്റ്റിക് അപ്രോച്ചസ്, സർജിക്കൽ ഓപ്ഷൻസ്, മൾട്ടി ഡിസിപ്ലിനറി സ്ട്രാറ്റജീസ് തുടങ്ങിയ വിഷയങ്ങൾ ചടങ്ങിൽ വിശദീകരിച്ചു. സെഷനു ശേഷം സംവേദാത്മക ചോദ്യോത്തരവേളയും സംഘടിപ്പിച്ചിരുന്നു. AMS ചെയർപേഴ്സൺ ഡോക്ടർ അജി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഡോക്ടർ അതുൽ ദാമോദരൻ, IMA മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ അബ്രഹാം മാത്യു, സെക്രട്ടറി നിഖിൽ ജോസഫ് മാർട്ടിൻ, ട്രഷറർ ഡോക്ടർ ജിത്തു ജേക്കബ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 40ഓളം അംഗങ്ങൾ പങ്കാളികളായി. വായനാ ദിനത്തിൽ വായനയുടെ അനുഭവം അറിയാൻ മുളവോട് വിജ്ഞാനപോഷിണി ഗ്രന്ഥശാലയിലെത്തി മുളവോട് MSM സ്കൂൾ വിദ്യാർത്ഥികൾ. 100 വർഷത്തിലധികമായി തലമുറകൾക്ക് അക്ഷര വെളിച്ചമേകിയ മുളവോട് വിജ്ഞാനപോഷിണി വായനശാലയിലെ 15,000-ലധികം വരുന്ന പുസ്തക ശേഖരത്തിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലെ പുസ്തകങ്ങളെ കുട്ടികൾക്കായി പരിചയപ്പെടുത്തി. ലൈബ്രറി ഹാളിൽ നടന്ന വായനാ ദിനാചരണം വാർഡ് മെമ്പർ EM ഷാജി ഉദ്ഘാടനം ചെയ്തു. KM ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.